ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് മാങ്ങ ഈ വർഷത്തെ മാമ്പഴം കുറേ വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് ചേട്ടായി വിളിച്ചു പറഞ്ഞു എൻ്റെ ചേട്ടൻ. അപ്പം ഞാൻ പോന്നപ്പോൾ ആദ്യത്തെ മാങ്ങ എനിക്ക് കിട്ടി കേട്ടോ. എൻ്റെ മച്ചാന്മാരെ ഒരു രക്ഷയില്ല, ഭയങ്കര സന്തോഷമായി. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ എൻ്റെ കയ്യിൽ. ഇത് നമ്മൾ താമസിച്ച എസ്റ്റേറ്റിലെ രോഹിത് എസ്റ്റേറ്റിലെ ഒരു ലൈൻസാണ്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ മാവ് ഉള്ളത്. നമുക്ക് എല്ലാ കൊല്ലത്തിലും ഈ മാവ് നമുക്ക് മാങ്ങ തരുന്നതാണ്. അപ്പം ഞാൻ നോക്കുക വേറെ ഉണ്ടോയെന്ന്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്കൊരു മാമ്പഴം കിട്ടി. ഇപ്പോൾ 2 മാമ്പഴം കിട്ടി. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരു മാമ്പഴം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ 4-മത്തതും കിട്ടി. പിന്നെ അങ്ങോട്ട് മൊത്തം മാമ്പഴം, അങ്ങോട്ട് ഒരുപാട് മാമ്പഴം കിടപ്പുണ്ട്. അപ്പോൾ ചേട്ടായൊക്കെ 2-3 കവറ് മാങ്ങ പിറക്കിയെടുത്ത്, എന്നിട്ട് അവർ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും മാമ്പഴം കൊടുത്ത്, പിന്നെ ചേട്ടായുടെ 2 കൂട്ടുകാർ അല്ലാണ്ട് വന്നിട്ടുണ്ട്, അവർക്കും കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് ഒറ്റ വരവ് വന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാങ്ങ പഴുത്തെന്ന് അറിഞ്ഞതേ ഈ കഴിഞ്ഞ ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാങ്ങാപ്പഴം പഴുത്ത് വീഴുന്നുണ്ടെന്ന് ചേട്ടായി പറഞ്ഞു. അപ്പം ദുഃഖവള്ളി ടൈമൊക്കെ ഈ മാങ്ങ കുറേ കണ്ണിമാങ്ങാട്ട് കിടന്നതാണ്. അപ്പം ഞങ്ങൾ ഓർത്ത് പഴുക്കുന്ന ഇപ്പോൾ ഈ വെയിലത്ത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടല്ലോ, അങ്ങ് നല്ല സൈസായി, പെട്ടെന്ന് വിളഞ്ഞ് പഴുത്ത് ചാടിയിട്ടുണ്ട്. ആ മഴ പെയ്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്ന സ്ഥലം. എസ്റ്റേറ്റിൻ്റെ പഴയ ലൈൻസ്. അപ്പോൾ ആൾതാമസമൊന്നുമില്ല, മൊത്തം ലൈൻസൊക്കെ ഇടിഞ്ഞു പോയി. അതിൻ്റെ ബാക്ക് സൈഡുള്ളൊരു മാവാണ്. ശരിക്കും പറഞ്ഞാൽ സുചിത്രയുടെയൊക്കെ വീടിൻ്റെ, എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഈ മാവ് ഇരുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രഷായിട്ട് കഴുകി ഒരു മാങ്ങാക്കറി വെക്കാൻ വേണ്ടി എടുത്ത് കുറച്ച് മാറ്റി. പിന്നെ പഴമാങ്ങ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങയാണ്. ഒരു രക്ഷയില്ല, നല്ല മധുരം, ഒരു രക്ഷയില്ല മച്ചാന്മാരെ, ഒരു രക്ഷയില്ല. ഇടുക്കാച്ചി മാങ്ങ. അത് കഴിഞ്ഞിട്ട് മുറിക്കാത്ത പോയപ്പോൾ ചുണ്ടൻ മഹേഷും കൊച്ചും മാങ്ങാപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ വിളിയില്ല, വിളി കേൾക്കുന്നില്ല. മാങ്ങാപ്പഴം നല്ല രസിച്ച ആള് കഴിക്കുക. ഞാൻ വിളിച്ചിട്ട് അവനും ഒരാദ്യത്തെ ഈ വർഷത്തെ മാങ്ങാപ്പഴം അവനും കഴിച്ചു. മഹേഷും മാങ്ങാപ്പഴം കഴിക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.